ഹലോ ഗൈസ്, ഇന്ന് രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയാണ്. അതിനുവേണ്ടി ചെറുപയർ മുളപ്പിച്ചതും മുരിങ്ങ ഇലയും കൊണ്ടുള്ളൊരു ദോശയാണ്. ചെറുപയർ മുളപ്പിച്ചതും അരക്കപ്പ് വീതം ചെറുപയർ മുളപ്പിച്ചത്, ഓട്സ് അരക്കപ്പ് തൈര്, ഒരു 1/4 കപ്പ് അരിപ്പൊടി, പിന്നെ 2 കപ്പ് മുരിങ്ങ ഇല. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് ഉപ്പും ചേർത്ത് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇടണം. ഉപ്പ് ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. വെള്ളമൊഴിച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ് ടേസ്റ്റ്. അതിന് തൊടിയിൽ നിന്ന് നല്ല കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുള്ള പച്ചമാങ്ങ 2 കഷ്ണം അതെടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്ത് നല്ല അടിപൊളി കുറച്ച് കറിവേപ്പിലയിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടിരിക്കുകയാണുള്ള ദോശൻ്റെ ബാറ്റർ ഒരു തവ അടുപ്പത്ത് വെച്ച് ചെറുത്ത് ചൂടാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള പച്ച ദോശ അങ്ങനെ പരത്തിയെടുക്കാം. അത് നല്ല പോലെ പരത്തി നല്ല കനം കുറച്ച് പരത്തി അടിവശം ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്മയം ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചാൽ നല്ല രസമായിട്ടുള്ള ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഫ്ലിപ്പ് ചെയ്തിടുക. അത് ആവശ്യം കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ദോശ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കിഡിലൻ ദോശയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ അത് വെറുതെ പറയുന്നതല്ല, എല്ലാവരും ട്രൈ ചെയ്യണം. ഹെൽത്തി ദോശയാണ്, കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്, ഈ ചമ്മന്തിയുടെ കോമ്പിനേഷൻ. കൂടെ ഞാൻ തൈരും കുറച്ച് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തി ഇതുപോലെ പുതിയ ഐറ്റംസ് ആയിട്ട് ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.